ഹരിയാനയ്ക്കും ജമ്മു കാശ്മീരിനുമൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്ന മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എങ്ങനെയും അവസാന നിമിഷം കുറെ പദ്ധതികൾ പ്രഖ്യാപിച്ച് അധികാരം നിലനിർത്താനുള്ള അവസരം മോദിക്കും കൂട്ടർക്കും ഒരുക്കി കൊടുക്കാനാണ് നാണംകെട്ട സെലക്ഷൻ കമ്മീഷന്റെ ഈ പ്രവൃത്തി. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാതിരിക്കാനുള്ള കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് BJPക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ്. എന്നാൽ എത്ര അവസരം കൊടുത്താലും സംഭവിക്കാൻ പോകുന്നതിനെ തടയാനാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏറ്റവും വിശ്വസനീയമായ പോളിംഗ് കമ്പനികളിൽ ഒന്നായ ലോക് പോളിന്റെ മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സർവേ പുറത്തു വന്നിരിക്കുകയാണ്. മോദി തന്നെ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ പോലെ നൂറുകണക്കിന് റാലികളും പൊതുയോഗങ്ങളും ഈ സമയത്ത് നടത്തിയിരുന്ന മോദി ഇപ്പോഴാകട്ടെ കാര്യമായ ഒരു റാലിയോ പൊതുയോഗമോ മഹാരാഷ്ട്രയിൽ നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ഹരിയാനയിലും ജമ്മു കാശ്മീരിലുമാകട്ടെ മോദി ഒരു റാലികൾ പോലും ഇതുവരെ നടത്തിയിട്ടില്ല. പിന്നെയും അവർക്ക് അല്പമെങ്കിലും പ്രതീക്ഷ ബാക്കിയുള്ളത് മഹാരാഷ്ട്രയിലാണ്. എന്നാൽ അവരുടെ ആ പ്രതീക്ഷകളും അസ്ഥാനത്താണ് എന്ന് കാണിക്കുന്നതാണ് ലോക് പോളിന്റെ ഈ സർവേ. 288 അംഗ മഹാരാഷ്ട്ര അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 145 സീറ്റുകളാണ്. ഓരോ അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നും 500 സാമ്പിളുകൾ വീതം ശേഖരിച്ച് മൊത്തം 1,50,000 ആണ് ഈ സർവേയുടെ സാമ്പിൾ സൈസ്. ജൂലൈ 20-നും ഓഗസ്റ്റ് 30-നും ഇടയ്ക്കുള്ള 40 ദിവസങ്ങളിലായാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. അതുപോലെ ഓരോ ജാതിക്കും മതത്തിനും ഏജ് ഗ്രൂപ്പിനും ആനുപാതികമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ഇത് നടത്തിയത്. ഈ സർവേ അനുസരിച്ച് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ NDA മുന്നണിക്ക് 115-നും 128-നും ഇടയ്ക്ക്, മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ മുന്നണിക്ക് 141-നും 154-നും ഇടയ്ക്ക്, മറ്റുള്ളവർക്ക് 5-നും 18-നും ഇടയ്ക്ക് സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നു. അതായത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 145 സീറ്റുകളിൽ അധികം ലഭിക്കാനുള്ള സാധ്യത ഇന്ത്യ മുന്നണിക്ക് മാത്രമാണ്. NDAയ്ക്കാകട്ടെ പരമാവധി 128. ഓരോ മുന്നണികൾക്കും കിട്ടുന്ന വോട്ട് ശതമാനം ഇങ്ങനെയാണ്: ഇന്ത്യ മുന്നണിക്ക് 41-നും 44-നും ഇടയ്ക്ക്, NDAയ്ക്ക് 38-നും 41-നും ഇടയ്ക്ക്, മറ്റുള്ളവർക്ക് 15-നും 18-നും ഇടയ്ക്ക്. എന്നാൽ മഹാരാഷ്ട്രയിലെ ഗ്രൗണ്ട് റിയാലിറ്റി കാണിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് 165-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നാണ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും പോപ്പുലർ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന് ചില സർവേകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മഹാരാഷ്ട്രയിലെ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവായി വളർന്നിരിക്കുകയാണ് അദ്ദേഹം. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അദ്ദേഹം ഇറങ്ങുന്നതോടുകൂടി 100 സീറ്റുകളിൽ താഴെ BJP പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് NDAയ്ക്ക് ഒരു വിധത്തിലും 110-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയില്ലെന്ന് ഉറപ്പാണ്. മോദിയുടെ നേതൃത്വത്തിൽ നേരിട്ട കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ഇന്ത്യ മുന്നണിക്ക് ഇവിടെ 31 സീറ്റുകളും മോദിയുടെ മുന്നണിക്ക് വെറും 17 സീറ്റുകളും മാത്രമാണ് ലഭിച്ചത്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ.